PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകി വരികയാണ്. ഇപ്പോൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3 കൂടെ കവറാകുന്ന രീതിയിലാണ് എടുക്കുന്നത്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. പിന്നെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. വെറുതെ ചോദ്യങ്ങൾ വായിച്ചു പോകുകയല്ല, അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, അതും ലൈവായിട്ടാണ്. അപ്പോൾ 2 ലൈവും 2 റെക്കോർഡും, അങ്ങനെ 4 ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ നോട്ട്ബുക്കും പെന്നും എന്തായാലും കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിന് പുറമെ അഡീഷണലായിട്ട് പഠിക്കേണ്ട പോയിന്റ്സിൻ്റെ നോട്ട്സ് PDF ഒക്കെ നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മാത്സ്, മലയാളമൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ ഏത് ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രൊനൗണിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പേഴ്സണൽ പ്രൊനൗൺ എന്താണ്, പൊസസീവ് പ്രൊനൗൺ എന്താണ്, റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്താണ്, റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്, ഇത്രയും വരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ഇൻറ്ററോഗേറ്റീവ്, ഇൻഡെഫിനിറ്റ്, അതുപോലെ റെസിപ്രോക്കൽ, എംഫാറ്റിക് പ്രൊനൗൺസ് എന്താണെന്നുള്ളതും, അതുപോലെ ഈ ഭാഗത്ത് നിന്നും PYQs വന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചോളാം, നോട്ട് എഴുതിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ. പിന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രൊനൗൺ എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ചു, റിലേറ്റീവ് പ്രൊനൗൺ വരെയുള്ള കാര്യങ്ങൾ പഠിച്ചല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. ഏതാണ് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ? നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകളെല്ലാം ഇൻറ്ററോഗേറ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ എന്താണ്? ഒരു നൗണിനെ പരാമർശിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് യൂസ് ചെയ്യുന്ന പ്രൊനൗണാണ് എന്ത്? ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരാളുടെ പേരൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്ന സമയത്ത് അതെന്താണ്? ഒരു ചോദ്യരൂപേണയാണ് ചോദിക്കുന്നത് അല്ലേ. ചോദ്യരൂപേണ ഒരു നൗണിനെ പരാമർശിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ചോദിക്കുകയാണ്, ഇത് ആരുടെ പെന്നാണ്? ഹൂസ് പെൻ ഈസ് ദിസ്? ഹൂസ് പെൻ ഈസ് ദിസ്? എന്താ, ഇത് ആരുടെ പേനയാണ് ചോദിക്കുകയാണ്. അപ്പോൾ ഹൂസ് എന്ന് പറയുന്നതും ഇവിടെ എന്താണ്? ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിലേതാണ് നിന്റെ പേന എന്ന് നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിച്ച് പെൻ ഈസ് യുവേഴ്സ്? വിച്ച് പെൻ ഈസ് യുവേഴ്സ്? അപ്പോൾ ഇവിടെ വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയോ എന്താണ് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ? അപ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഞാൻ വേറൊരു വഴി പറയാം. അതായത് നമ്മൾ പഠിച്ചു റിലേറ്റീവ് പ്രൊനൗൺസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ പറഞ്ഞു വാട്ട്, വിച്ച്, ഹൂ, ഹൂം, ഹൂസ്, ദാറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ റിലേറ്റീവ് പ്രൊനൗൺസിൽ ദാറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ റിലേറ്റീവ് പ്രൊനൗൺസിനെയും നമുക്ക് എങ്ങനെയായിട്ട് പറയാം? ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണെന്ന് പറയാം. റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ദാറ്റ് ഒഴികെയുള്ള എല്ലാ റിലേറ്റീവ് പ്രൊനൗൺസും എന്താണ്? ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? വാട്ട് വരും, വിച്ച് വരും, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വാട്ട്, വിച്ച്, ഹൂസ് വരുന്നു, ഹൂ എന്ന് പറയുന്നത് വരും, ഹൂം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം എന്താണ്? ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ് കേട്ടോ. അടുത്തത് എന്താണ്? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാതെ
പൊതുവായിട്ട് പറയുന്നു. അതിനെയാണ് ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് പറയുന്നില്ല, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ എടുത്തു പറയാതെ, പെർട്ടിക്കുലർ ആയിട്ട് എടുത്തു പറയാതെ പൊതുവായിട്ട് അതിനെ പറയുന്നതിനെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു കുറേ പേര്, അതായത് കുറേ ആളുകളുണ്ട്, അപ്പോൾ അവരെല്ലാവരും ഹാപ്പിയാണെന്ന് പറയണം. അപ്പോൾ നമ്മൾ അതിൽ ഓരോ വ്യക്തിയെയും പറയുന്നതിന് പകരം ഓൾ ആർ ഹാപ്പി എന്ന് പറയും അല്ലേ. അപ്പോൾ എല്ലാവരെയും പൊതുവായിട്ട് അങ്ങ് അടച്ചു പറയുന്നതിനെയാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓൾ ആർ ഹാപ്പി, ഓൾ ആർ ഹാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ ഒരു വ്യക്തിയെയും പരാമർശിച്ചിട്ടില്ല, ഓൾ എല്ലാവരെയും പൊതുവായിട്ട് കൺസിഡർ ചെയ്ത് പറയുന്നു. അപ്പോൾ ആ ഓൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ ക്ലാസ് കാണാനിരിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ പ്രസൻ്റ് ആണ്. ഇപ്പം ഞാൻ ഓരോരുത്തരുടെ പേര് പറക്കി പറഞ്ഞിട്ട് അവരെല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറയുന്നതിന് പകരം ഞാൻ എന്ത് പറയുന്നു, എവ്രി വൺ അല്ലേ, എവ്രി വൺ ആർ വാസ് പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ ഈ എവ്രി വൺ എന്ന് പറയുന്നത് അവിടെ ഒരു എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ് അല്ലേ. എല്ലാവരെയും നമ്മൾ പൊതുവായിട്ട് അങ്ങ് പറയുകയാണ്, എല്ലാവരും പ്രസൻ്റ് ആണ്, എവ്രി വൺ എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരെല്ലാവരും പ്രസൻ്റ് ആണെന്നല്ല പറയുന്നത്, എവ്രി വൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഓൾ, സം, എവ്രി, എവ്രിബഡി, എവ്രി വൺ, എവ്രിതിങ്, നോ വൺ, നോബഡി, നത്തിങ്, സം വൺ, സംബഡി, സംതിങ്, എനിത്തിങ് എന്നൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ഇതൊക്കെ എന്താണ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, നമ്മൾ പറഞ്ഞു ഓൾ പറഞ്ഞു, അതുപോലെ തന്നെ സം, കുറച്ച് അല്ലേ, നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഇത്ര എണ്ണം എന്നും പറയുന്നില്ല, കുറച്ച്. ഓൾ എന്ന് പറയുമ്പോൾ എല്ലാവരും. ഓക്കെ, ദെൻ എവരി എന്ന് പറയുന്നത്, അതുപോലെ എവ്രിബഡി, എവ്രിബഡി, എവ്രി വൺ, എവ്രി വൺ, അതുപോലെ തന്നെ എവ്രിതിങ്, 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 അതുപോലെ തന്നെ നോ വൺ, അതുപോലെ നോബഡി, നോബഡി, നത്തിങ്, നത്തിങ്, സംവൺ, സംവൺ, സംബഡി, സംബഡി, സംതിങ്, സംതിങ്, എനിത്തിങ്, എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ എടുത്ത് പറയാതെ നമ്മൾ പൊതുവായിട്ട് പറയുന്നതിനെയാണ് എന്തെന്ന് പറയാം, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയാം. ഓക്കെ അല്ലേ, ഇത് രണ്ടും കിട്ടി. ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ എന്താണ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്താണെന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു പ്രൊനൗൺ ആണ് റെസിപ്രോക്കൽ പ്രൊനൗൺ. എത്ര തരം പ്രൊനൗൺ ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ അത് വീണ്ടും പറയാത്തത്. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടു നോക്കാം. അപ്പോൾ റെസിപ്രോക്കൽ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടോ അതിലധികമോ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വസ്തു ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രൊനൗൺ എന്ന് പറയാം. രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരേ പ്രവൃത്തി ചെയ്യുന്നു എന്ന് വിചാരിക്കാം, അതിനെയാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്രോക്കൽ പ്രൊനൗൺ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബീന ആൻഡ് സുമ, ബീന ആൻഡ് സുമ വിഷ്ഡ് ഈച്ച് അതർ, വിഷ്ഡ് ഈച്ച് അതർ എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബീനയും സുമയും എന്നുള്ള അർത്ഥത്തിൽ രണ്ടുപേരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു, വിഷ് ചെയ്തു. സോറി, ഇവിടെ എച്ച് വേണ്ട, വിഷ്ഡ് ആണ് കേട്ടോ, വിഷ്ഡ് ഈച്ച് അതർ എന്നാണ്. അപ്പോൾ ഈച്ച് അതർ, അവർ രണ്ടുപേരും ഒരുമിച്ച് അല്ലെ, ഒരുമിച്ച് ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ ഈ ഈച്ച് അതർ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ എന്ന് പറയുന്നത്, റെസിപ്രോക്കൽ പ്രൊനൗൺ. അതേപോലെ തന്നെ ഇപ്പോൾ ദ റോബേഴ്സ്, the robbers are blaming one another, the robbers are blaming one another. അപ്പോൾ ഇവിടെ എന്താണ്, ദ റോബേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടല്ല അതിൽ കൂടുതൽ പേരുണ്ട് അല്ലേ, അവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബ്ലെയിം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വൺ അനദർ എന്ന് പറയുന്നതും എന്താ, ഒരു റെസിപ്രോക്കൽ പ്രൊനൗൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സിറ്റുവേഷനിലാണ് പറഞ്ഞത്. ഒന്ന് ബീന ആൻഡ് സുമ, അതായത് രണ്ട് പേരെ തമ്മിൽ കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി പറഞ്ഞപ്പോൾ നമ്മൾ ഈച്ച് അതർ പറഞ്ഞു. റോബേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ പേരുണ്ടാകാം, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ വൺ അനദർ യൂസ് ചെയ്തു. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ റെസിപ്രോക്കൽ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് പേര് തമ്മിൽ പരസ്പരം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ കാണിക്കാനായിട്ട് ഈച്ച് അതർ എന്നും, രണ്ടിൽ കൂടുതൽ ആളുകൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് വൺ അനദർ എന്ന് പറയുന്ന റെസിപ്രോക്കൽ പ്രൊനൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ, ഈച്ച് അതറും വൺ അനദറും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റെസിപ്രോക്കൽ പ്രൊനൗൺ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു റിലേറ്റീവ് പ്രൊനൗണിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക, ആ ഭാഗമാണ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എംഫാറ്റിക് പ്രൊനൗൺ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദിക്കും എന്നുള്ളത് ഞാൻ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ.
എംഫാറ്റിക് പ്രൊനൗൺ. എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തന്നെ ഒരു കാര്യം ചെയ്തു എന്ന് നമ്മൾ ഊന്നി ഊന്നി പറയത്തില്ലേ, അതിനെയാണ് എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയാം. അവൾ തന്നെ എഴുതി, അവൾ തന്നെ എഴുതിയതാണ് ഇത് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അവൾ തന്നെ, അതായത് അവർ തന്നെ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഊന്നി ഊന്നി പറയുന്നു. ഓക്കെ ഓക്കെ ഞാൻ തന്നെയാണ് ഇത് കേട്ടത്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ അവൾ തന്നെയാണത് വാങ്ങിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ അവരെ ഊന്നി പറയുന്നു. അവൾ തന്നെ അത് ചെയ്തു എന്ന് പറയുമ്പോൾ ഊന്നി ഊന്നി പറയുന്നു അല്ലേ, ഒരാൾ ചെയ്ത കാര്യത്തെ ഊന്നി പറയുക. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ മൈസെൽഫ് ഹേർഡ് ദ ന്യൂസ്. ഞാൻ തന്നെയാണ് ആ വാർത്ത കേട്ടത് അല്ലേ. അപ്പോൾ ഐ മൈസെൽഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഊന്നി പറയുന്നു. അപ്പോൾ ഈ മൈസെൽഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എംഫാറ്റിക് പ്രൊനൗൺ ആണെന്ന് നമുക്ക് പറയാം. ഈ മൈസെൽഫ് നമ്മൾ മുമ്പും ഒരിടത്ത് പഠിച്ചല്ലോ. ഏത് പഠിച്ചപ്പോഴാ? റിഫ്ലെക്സീവ് പ്രൊനൗൺ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ. റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ കേൾക്കുമ്പോൾ അതും മൈസെൽഫ് തന്നെയല്ലേ പഠിച്ചത്. അപ്പോൾ എന്താണ് ഇവിടെ എംഫാറ്റിക്കും റിഫ്ലെക്സീവും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ നോക്കുക, എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഐ മൈസെൽഫ് ഹേർഡ് ദ ന്യൂസ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? മൈസെൽഫ് എന്ന് പറയുന്ന പ്രൊനൗൺ വന്നിട്ടുണ്ട്. പക്ഷെ റിഫ്ലെക്സീവിൻ്റെ കാര്യമാവുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഐ കുക്ക്ഡ് മൈസെൽഫ് ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഹെർസെൽഫ്. അപ്പോൾ ഇവിടെ എന്താ നോക്കിക്കേ പ്രത്യേകത? എംഫാറ്റിക് പ്രൊനൗൺ ആവുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാണ് എന്ത് വരുന്നത്? ഈ പ്രൊനൗൺ വരുന്നത്. അപ്പോൾ അത് എംഫാറ്റിക് ആണ്. റിഫ്ലെക്സീവ് ആവുമ്പോൾ ഐ കുക്ക്ഡ് മൈസെൽഫ്, ഇവിടെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ലേ. ഇവിടെ ഒബ്ജക്റ്റിന്റെ പ്ലേസിലാണ് ആര് നിൽക്കുന്നത്? ഈ പറയുന്ന പ്രൊനൗൺ നിൽക്കുന്നത്. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഹെർസെൽഫ്, ഇവിടെയും ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തായിരിക്കും ഈ പ്രൊനൗൺ വരിക. ഇവിടെ എംഫാറ്റിക് പ്രൊനൗൺ ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതാണ് അത് തമ്മിൽ നമുക്ക് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സബ്ജക്റ്റ് കഴിഞ്ഞാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് എംഫാറ്റിക്കും, ഒബ്ജക്റ്റീവിൻ്റെ സ്ഥാനത്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവും ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് റിഫ്ലെക്സീവും, സബ്ജക്റ്റ് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രൊനൗണും ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ ദംസെൽസ് കണ്ടോ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വന്നു. ദേ ദംസെൽസ് ക്രിയേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ എന്തായി? സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ്. ദംസെൽസ് എന്ന് പറയുന്നത് എംഫാറ്റിക് പ്രൊനൗൺ ആണ്. അവർ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അല്ലെ, അവർ തന്നെയാണ് എന്ന് അവർ ഊന്നി പറയുന്നു. അതാണ് എന്താ എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് കഴിഞ്ഞ് വന്നാൽ എംഫാറ്റിക്, ഒബ്ജക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ, അതുപോലെ തന്നെ എംഫാറ്റിക് പ്രൊനൗൺ. അപ്പോൾ ഇത്രയും പ്രൊനൗൺസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതും ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതേ ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. PYQ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ അംബ്രല ഈസ് യുവർ ആണോ, മൈ ആണോ, യുവേഴ്സ് ആണോ, ദെം ആണോ? എന്താണ് വരിക? ദ അംബ്രല ഈസ്, ഈ അംബ്രല നിൻ്റേത് അല്ലെങ്കിൽ എൻ്റേത് എന്നുള്ള രീതിയിൽ വരണം അല്ലേ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പൊസസീവ് അല്ലേ, ഒരു ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊസസീവ് പ്രൊനൗൺ ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഈ അംബ്രല ഒന്നുകിൽ എൻ്റേതാണ് എന്ന് പറയണം, അല്ലെങ്കിൽ എന്താണ് നിൻ്റേതാണ് എന്ന് നമുക്ക് പറയണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പൊസസീവ് പ്രൊനൗൺ ആണ്. നോക്കിക്കേ, യുവർ എന്ന് പറയുമ്പോൾ അത് നിൻ്റെ എന്ന് മാത്രമേ വരുള്ളൂ, നിൻ്റേതാണ് എന്ന് പറയാൻ പറ്റത്തില്ല, നിൻ്റേതാ വരുള്ളൂ. പിന്നെ മൈ എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റേതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ദം എന്ന് പറയുമ്പോഴും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി, യുവേഴ്സ് അല്ലേ. ദ അംബ്രല ഈസ് യുവേഴ്സ്, ഈ അംബ്രല നിൻ്റേതാണ് എന്നവിടെ കൃത്യമായിട്ട് അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ പൊസസീവ് പ്രൊനൗൺ ആണ് ഇവിടെ വരുന്നത്, യുവേഴ്സ് ആണ് വരുന്നത്, യുവേഴ്സ് കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക ഈ പ്രൊനൗണിൻ്റെ ഭാഗത്ത് നിന്നും. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ദർ ഈസ് ഡാഷ് മണി ഇൻ ദ പേഴ്സ്, ഇറ്റ് ഈസ് എംപ്റ്റി. അപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ടബിൾ നൗണിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫ്യൂവും ലിറ്റിലും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ദർ ഈസ് ഡാഷ് മണി ഇൻ ദ പേഴ്സ്, ഇറ്റ് ഈസ് എംപ്റ്റി. പേഴ്സിൽ കാശ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത് അല്ലേ. ഇറ്റ് ഈസ് എംപ്റ്റി എന്നാണ്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്.
അപ്പോൾ അവിടെ കാശ് ഉണ്ടായിരുന്നില്ല, അത് എം ടി ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാശ് ഇല്ല എന്നുള്ളതിന് എങ്ങനെയാണ് പറയുന്നത്? ഒട്ടും ഇല്ല എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ലിറ്റിൽ ഫ്യൂ, അതായത് ഒട്ടും ഇല്ല എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഫ്യൂ ആയിരിക്കണം അല്ലെങ്കിൽ ലിറ്റിൽ ആയിരിക്കണം അല്ലേ. എ ലിറ്റിൽ എ ഫ്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഉണ്ട്, കുറച്ചുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ ഒന്നുകിൽ ലിറ്റിൽ ആവാം അല്ലെങ്കിൽ ഫ്യൂ ആവാം. അതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ഇനി ലിറ്റിൽ ആണോ ഫ്യൂ ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, മണി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മണിയുടെ വേറെ രൂപം, ഇപ്പോൾ റുപ്പീസ് അല്ലെ, ദർഹംസ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ മണി എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ലിറ്റിൽ ആയിരിക്കും. ഓക്കെ, കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിറ്റിൽ ആയിരിക്കും. സോ ലിറ്റിൽ, ദർ ഈസ് ലിറ്റിൽ മണി ഇൻ ദ പേഴ്സ്, ഇറ്റ് ഈസ് എം ടി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗണിൻ്റെ ഭാഗമാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ലിറ്റിൽ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അൺകൗണ്ടബിളിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലിറ്റിൽ എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? കൗണ്ടബിളിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് കൗണ്ടബിൾ, എണ്ണാൻ കഴിയുന്നതിൻ്റെ കൂടെ ഫ്യൂവും, എണ്ണാൻ കഴിയാത്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലിറ്റിലുമാണ് ചേർക്കുക. അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ ലുക്ഡ് ഡാഷ് ഇൻ ദ മിറർ. ഐ ലുക്ഡ് ഡാഷ് ഇൻ ദ മിറർ എന്താണ്? ഞാൻ സ്വന്തമായിട്ടല്ലേ മിററിൽ എന്നെ തന്നെ നോക്കി എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ് അല്ലേ. റിഫ്ലെക്സീവ്, ഐ എന്ന് പറയുന്നതിൻ്റെ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണ് വരിക? മൈസെൽഫ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഐ എന്ന് പറയുന്നതിൻ്റെ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണ്? മൈസെൽഫ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി മൈസെൽഫ് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ആൻസർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. എന്തുകൊണ്ടാണ്? ഇവിടെ ഐ കഴിഞ്ഞിട്ട് ലുക്ഡ് ഉണ്ട് അല്ലേ. ഐ ലുക്ഡ് എന്നുണ്ട്. അപ്പോൾ ലുക്ഡ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? അറ്റ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. പ്രിപ്പോസിഷൻ്റെ ക്ലാസ് നമ്മൾ എടുക്കും കേട്ടോ, വരുന്ന ക്ലാസ്സുകളിൽ എടുക്കും. അപ്പോൾ ഐ ലുക്ഡ് അറ്റ് മൈസെൽഫ് ഇൻ ദ മിറർ എന്നാണ് വരേണ്ടത്. അപ്പോൾ അവിടെ അറ്റുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കണ്ടോ, ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഐ എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐയുടെ എന്താ യൂസ് ചെയ്യേണ്ടത്? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. ഐയുടെ ആവുമ്പോൾ മൈസെൽഫ് ആണ് വരുന്നത് അല്ലേ. യുവർ ആവുമ്പോൾ യുവർ സെൽഫ് ആണ്, അങ്ങനെ യു ആവുമ്പോൾ യുവർ സെൽഫ്, മൈ ആവുമ്പോൾ മൈ സെൽഫ് അല്ലേ, ദെം ആവുമ്പോൾ ദെം സെൽസ് ഒക്കെ നമ്മൾ പഠിച്ചു റിഫ്ലെക്സീവ് എന്താണെന്നുള്ളത്. അപ്പോൾ ഐയുടെ റിഫ്ലെക്സീവ് പ്രൊനൗൺ ആയിട്ടുള്ള മൈസെൽഫ് ആണ്. പക്ഷെ അവിടെ ലുക്ഡ് ഉള്ളതുകൊണ്ട് ലുക്ഡ് അറ്റ് മൈസെൽഫ് എന്നുള്ള രീതിക്കാണ് വരേണ്ടത്. സോ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ പ്രൊനൗൺ? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടോ. വിച്ച് ഈസ് എ പ്രൊനൗൺ, ഇതിലേതാണ് ഒരു പ്രൊനൗൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ ഏതാ പ്രൊനൗൺ? ഓൺ തന്നിട്ടുണ്ട്, ബട്ട് തന്നിട്ടുണ്ട്, ഈച്ച് തന്നിട്ടുണ്ട്, ആന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൺ എന്ന് പറയുന്നത് എന്താ? ഓൺ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. നമ്മൾ പ്രിപ്പോസിഷൻ്റെ ക്ലാസ് പഠിക്കും. അപ്പോൾ പ്രിപ്പോസിഷൻ ആണ്. ഓണ്, ഇന്ന്, അറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. ഇനി ബട്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൺജങ്ഷൻ എന്താണ്? നമ്മൾ സെൻറ്റൻസ് പഠിച്ച സമയത്ത് കോർഡിനേറ്റിംഗ് കൺജങ്ഷനും സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഒക്കെ പഠിച്ചു. ഒരു കൺജങ്ഷൻ ആണ് ഈ ബട്ട് എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് സെൻറ്റൻസുകളെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ബട്ട് ഒരു കൺജങ്ഷൻ ആണ്. ഇനി ആൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എ ആൻഡ് ദ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓഡ് വൺ ഔട്ട് എടുത്താൽ തന്നെ നമുക്ക് കിട്ടും ഓപ്ഷൻ സി ഈച്ച്. അല്ലെങ്കിൽ നമ്മൾ എന്താ പ്രൊനൗൺസിൻ്റെ ക്ലാസ് പഠിച്ച സമയത്ത് ഈച്ച് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊനൗൺ ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കിവിടെ ഓഡ് വൺ ഔട്ട് എടുക്കാം അല്ലേ. ഓൺ പ്രിപ്പോസിഷൻ ആണ്, ബട്ട് കൺജങ്ഷൻ ആണ്, ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ന് അറിയുന്ന എല്ലാവർക്കും ഓപ്ഷൻ സിയിലോട്ട് ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ഡാഷ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഫോർ ഹെർ ഫ്രണ്ട്. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ഡാഷ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഫോർ ഹെർ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? നിങ്ങൾ വായിച്ചു നോക്കുക. യെസ്, ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ആദ്യം ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എ ഗേൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ പേഴ്സൺ ആണ് കാണിക്കുന്നത് അല്ലേ. ഇവിടെ ഗേൾ എന്ന് പറയുമ്പോൾ പേഴ്സൺ ആണ്. ദെൻ സാക്രിഫൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? സാക്രിഫൈസ്ഡ് എന്ന് പറയുമ്പോൾ വെർബാണ് വരുന്നത് അല്ലേ. അപ്പോൾ ദ ഗേൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പേഴ്സൺ ആയിട്ട് എടുക്കാം. സാക്രിഫൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ യെസ്, വെർബാണ് വരുന്നത്. അപ്പോൾ ഒരു പേഴ്സൺ, ഇവിടെ വെർബ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എടുക്കേണ്ടത്? നടുക്ക് വരുന്നത് ഹൂ ആയിരിക്കും അല്ലേ. ഹൂ ആയിരിക്കും. സോ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹൂ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സൺ പ്ലസ് വെർബ് എന്നുള്ളൊരു ഫോമാറ്റിൽ വരുവാണെങ്കിൽ നമ്മുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? യെസ്, എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഹൂ ആണ് വരുന്നത്. ഹൂ. ഓക്കെ,
അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് വേർഡ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ചൂസ് ദി കറക്റ്റ് വേർഡ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിട്ടുള്ളത് ഡാഷ് റൈസ് ദേ ഹാഡ് വാസ് ഈറ്റൺ എവേ ബൈ റാറ്റ്. എന്താ, അവരുടെ കയ്യിൽ കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, അതും എലി തിന്നുപോയി എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു അർത്ഥമാണ് വരേണ്ടത്. സോ ഇവിടെ എന്താ, ലിറ്റിലും ഉണ്ട്, ഓഫ് ലിറ്റിൽ, എ ലിറ്റിൽ, വിത്ത് ലിറ്റിൽ. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ല എന്നാണ്. ലിറ്റിലിൻ്റെ മുമ്പിൽ ഒന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ അർത്ഥം എന്താ, ഒന്നും ഇല്ല എന്നുള്ള അർത്ഥമാണ്. ലിറ്റിലിൻ്റെ മുമ്പിൽ എ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്, എ എഴുതിയിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, കുറച്ചുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. അപ്പോൾ അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന റൈസ്, കുറച്ചെങ്കിലും ഉണ്ടായിരുന്നത് എലി തിന്നുപോയി എന്നാണ്. അപ്പോൾ കുറച്ച് എന്നുള്ള മീനിങ്ങിൽ ഓപ്ഷൻ ബി ആണ് വരിക, എ ലിറ്റിൽ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എ ലിറ്റിലാണ് വരിക. എ ലിറ്റിൽ റൈസ് ദേ ഹാഡ് വാസ് ഈറ്റൺ ബൈ റാറ്റ്. കുറച്ചുണ്ടായിരുന്ന അരിയും എലി തിന്നുപോയി എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ മാർക്കറ്റ് ഡാഷ് ദ വെജിറ്റബിൾസ് ആർ സോൾഡ്. ദിസ് ഈസ് ദ മാർക്കറ്റ് ഡാഷ് ദ വെജിറ്റബിൾസ് ആർ സോൾഡ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആ മീനിങ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം, ദിസ് ഈസ് ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എന്താ, ഒരു പ്ലേസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ആണ്. ദ വെജിറ്റബിൾസ് ആർ സോൾഡ്, അതൊന്നും നമുക്ക് നോക്കണ്ട. പ്ലേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും, വേർ. പ്ലേസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ഏതാണ്, വേർ ആണ് നമ്മൾ യൂസ് ചെയ്യുക, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഹൗസ് ഡാഷ് ദേ ലിവ്ഡ് ഇൻ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദി ഫ്ലഡ്സ്. അപ്പോൾ ഇവിടുത്തെ ഹൗസ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ വേണം, പക്ഷെ അതില്ല. അപ്പോൾ ഇവിടെ ഒരു തിങ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തിങ് വന്നു, പക്ഷെ ഇവിടെ നമുക്ക് ഹൂസ്, ഹൂ, ഹൂം ഇതൊക്കെ നമ്മൾ എന്താണ്, ഒരു പേഴ്സൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു തിങ് വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒന്നുകിൽ തിങ് അല്ലെങ്കിൽ അനിമലിൻ്റെ കൂടെ നമ്മൾ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ദാറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ദ ഹൗസ് വിച്ച് ദേ ലിവ്ഡ് ഇൻ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദി ഫ്ലഡ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, വിച്ച് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് പ്രൊനൗൺസിൻ്റെ ഭാഗത്ത് നിന്നും, നൗണ്, പ്രൊനൗണ്, ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത്. ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് PYQs ഓരോ ഏരിയയിൽ നിന്നും ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലാണ് നൗൺ അതുപോലെ പ്രൊനൗൺ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊനൗൺ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇനി പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്ക് അടുത്തത് വെർബ് ഉണ്ട് പഠിക്കാൻ, ആഡ്വർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോട്ട് എഴുതി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്